كفاني علم ربي من سؤالي. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസ്ഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഇവിടെ സംസാരിക്കുന്ന വിഷയം മനുഷ്യനോടൊപ്പം ഈ ഭൂമിയിൽ വസിക്കുന്ന അദൃശ്യരായ സൃഷ്ടികളായ ജിന്നുകളും തമ്മിലുള്ള ചില ബന്ധത്തെക്കുറിച്ചാണ്. ജിന്നുകൾ അഥവാ ഭൂതങ്ങൾ അല്ലെങ്കിൽ ചാത്തന്മാർ എന്നെല്ലാം നാം പറയുന്ന അദൃശ്യരായ സൃഷ്ടി വിഭാഗം. അവർ മനുഷ്യരുമായി ധാരാളം ഇടപാടുകൾ നടക്കുന്നുണ്ട്. ആ ഇടപെടലുകൾ വളരെ ഗുരുതരവും വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നവയുമാണ്. അവയെക്കുറിച്ച് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും കൃത്യമായ അറിവില്ല. അറിയുന്നവർക്ക് തന്നെ അത് കൃത്യമായ രീതിയിലല്ല അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് മനുഷ്യൻ പെട്ടുപോകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ്റെ 113 അധ്യായം സൂറ അൽ ഫലക്കിൽ അള്ളാഹു നമ്മോട് പറയുന്നു, ഖുൽ അഊദു ബി റബ്ബിൽ ഫലക്ക്, പറയുക, പ്രഭാതത്തിൻ്റെ നാഥനോട് ഞാൻ അഭയം തേടുന്നു. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച ഏതൊന്നിൻ്റെയും ഉപദ്രവത്തിൽ നിന്ന്. അപ്പോൾ അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും ഉപദ്രവത്തിൽ നിന്നും അഭയം തേടുവാൻ ഒറ്റ വചനത്തിലൂടെ നമ്മോട് കൽപ്പിക്കുകയാണ്. അള്ളാഹു അവിടെ കൊണ്ട് നിർത്തുന്നില്ല. വീണ്ടും പറയുന്നു, ഒമിൻ ശർരി ആസിഖിൻ ഇദാ വഖബ്, രാത്രി ഇരുൾ മൂടുമ്പോൾ അതിൻ്റെ ഉപദ്രവത്തിൽ നിന്നും. ഒമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഷറിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും. ഒമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയപ്പെടുമ്പോൾ അതിൻ്റെ ഷറിൽ നിന്ന് അഥവാ അതിൻ്റെ ദോഷത്തിൽ നിന്നും. അപ്പോൾ സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ നിന്നും അഭയം തേടുവാൻ മൊത്തമായി പറഞ്ഞ ശേഷം 3 ഉപദ്രവങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ പോക്കറ്റടിക്കാരെക്കുറിച്ച് സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് പോസ്റ്റർ കാണാൻ സാധിക്കും. പക്ഷേ 2-3 ആളുകളുടെ ഫോട്ടോ പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ടാവും. അതിനർത്ഥം അവർ മാത്രമല്ല പോക്കറ്റടിക്കാർ, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അതിൽ ആ 3 പേരാണ് പ്രധാനികൾ എന്നുള്ളതാണ്. അതുപോലെ സൃഷ്ടികളിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉപദ്രവങ്ങളാണ് ഇവർ പറഞ്ഞത്. രാത്രി ഇരുൾ മൂടുമ്പോഴുള്ള ദോഷം, അതുപോലെ കെട്ടുകളിൽ ഊതുന്നവരുടെ ദോഷം, അതേപോലെ അസൂയപ്പെടുമ്പോൾ അതിൻ്റെ ദോഷം. നമുക്ക് വിശുദ്ധ ഖുർആൻ്റെ തഫ്സീറുകൾ കാണാൻ സാധിക്കും. രാത്രി ഇരുൾ മൂടുമ്പോഴുള്ള ദോഷമെന്ന് പറയുന്നത് ഭൂമിയിൽ ജിന്നുകൾ അഥവാ പിശാചുക്കൾ ഭൂമിയിൽ വ്യാപരിക്കുന്ന ടൈമാണ്. രാത്രി ഇരുൾ മൂടുമ്പോൾ സൂര്യാസ്തമയത്തിന് ശേഷമുള്ള സമയമെന്ന് പറയുന്നത്. കെട്ടുകളിൽ ഊതുന്നവരുടെ ദോഷമെന്ന് പറയുന്നത് മന്ത്രവാദികൾ, മാരണക്കാർ, അവരുടെ ഉപദ്രവത്തിൽ നിന്നുള്ള അഭയം തേടലാണ്. അസൂയാലുവിൻ്റെ അസൂയത്തൊട്ടുള്ള അഭയം തേടൽ എന്ന് പറയുന്നത് കണ്ണേറിനെ കുറിച്ചാണ് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണം കാണാൻ സാധിക്കും. അപ്പോൾ സൃഷ്ടികളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദ്രവങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഇവ 3 പക്ഷേ ഒരുപക്ഷെ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. പലരും ഇല്ല എന്ന് സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ നിസാരമെന്ന് കാണുന്ന ഈ കാര്യങ്ങളെയാണ് അള്ളാഹു വളരെ ഗൗരവത്തിൽ നമ്മെ അറിയിക്കുന്നത്. ഈ വിഷയം പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കും ഈ കാര്യം വ്യക്തമാകും. ഈ പറയപ്പെട്ട 3 ഉപദ്രവങ്ങൾ അഥവാ പിശാച് ബാധ, മാരണപ്രയോഗങ്ങൾ, കണ്ണേറ് അഥവാ ദൃഷ്ടിബാധ, ദൃഷ്ടിദോഷം, ഈ 3 ദോഷങ്ങൾ, 3 ഉപദ്രവങ്ങൾ എത്രമാത്രം ഗൗരവം ഉള്ളതാണ് എന്ന് നിങ്ങൾ വിശദമായി പഠിക്കേണ്ടതുണ്ട്. കാരണം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത് വളരെ നിർണായകമാണ്. ഈ ലോകത്തെ ജീവിതം മാത്രമല്ല, ശാശ്വതമായ പരലോക ജീവിതത്തെ പോലും വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ് ഈ വിഷയങ്ങൾ. പലപ്പോഴും ഈ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ ഭൗതിക മാർഗങ്ങൾ മതിയാകാതെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനം എത്തിപ്പെടുക ദുർമന്ത്രവാദികളുടെയും അതുപോലെ തന്നെ വ്യാജസിദ്ധന്മാരുടെയും അടുത്താണ്. അവരുടെ അടുത്ത് പോകുന്നത് കൊണ്ട് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, മറിച്ച് അവൻ്റെ വിശ്വാസവും തകർന്നു പോകുന്നു. അപ്രകാരം അവൻ്റെ പരലോക ജീവിതം പരാജയപ്പെടുകയും ശാശ്വതമായ പരാജയത്തിൽ അഥവാ നരകാഗ്നിയിൽ കിടന്നവൻ കത്തിയെരിയേണ്ട അവസ്ഥ സംജാതമാകുകയും ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ വിഷയത്തെക്കുറിച്ച് ഓരോരുത്തരും കൃത്യമായി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിലുള്ള ഗൗരവമായി ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഓരോ വിഷയങ്ങളും വിശദമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സംഭാഷണങ്ങളുടെ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. علم ربي من سؤال